എൻ്റെ പേര് നിമ്മി വിൽസൺ. ഞാൻ കൊടകരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി പോൾ. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ജൂൺ 3 എൻ്റെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ ചെയ്തിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നത് ജൂൺ 14 ജൂൺ 15 മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി. അതിനിടയിൽ എനിക്ക് A1 എക്സാം എഴുതിയിട്ട് പാസ്സായിട്ട് വേണം എനിക്ക് ജർമ്മനിയിൽ പോകാനായിട്ട്. അപ്പോൾ ജൂൺ 16 എൻ്റെ ജർമ്മൻ A1 എക്സാം. അതിൽ റൈറ്റിംഗ് സെക്ഷൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫെയിലാകും എന്നാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ജൂലൈ 1 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ A1 എക്സാം പാസ്സായി. അതിനിടയിൽ ജൂൺ 23 എനിക്ക് വിസയുടെ റീസബ്മിഷൻ വന്നിരുന്നു. അപ്പോൾ പലർക്കും ആ സമയത്ത് ഒത്തിരി റിജക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് റീസബ്മിഷൻ വന്നപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ജൂലൈ 21 എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എനിക്ക് പ്രോസസ്സായിട്ട് എൻ്റെ കയ്യിൽ ലഭിച്ചത്. അതിനിടയിൽ ജൂലൈ 12 ചേട്ടന് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. അവിടെ തിയറി എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയറിനുള്ളിലാണ് പ്രാക്ടിക്കൽ എക്സാം പാസ്സാവേണ്ടത്. ചേട്ടൻ 1 ഇയറിനുള്ളിൽ 4 പ്രാവശ്യം ടെസ്റ്റ് എഴുതി ടെസ്റ്റിന് പോയിരുന്നു. പക്ഷേ 4 പ്രാവശ്യം ചേട്ടൻ ഫെയിലായി. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12 ചേട്ടൻ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ ജൂലൈ 11 ഞാൻ ജസ്റ്റ് നൈറ്റ് വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ചേട്ടാ ഇനി വല്ല ഡേറ്റ് ഉണ്ടോ, ഇനി ടെസ്റ്റ് പാസ്സാവാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ രാത്രി മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിൽ വന്നിട്ടുണ്ട്. അതും ലാസ്റ്റ് ഡേറ്റാണ് ജൂലൈ 12. ആ ലാസ്റ്റ് ഡേറ്റിൽ തന്നെയാണ് ചേട്ടൻ്റെ ടെസ്റ്റിൻ്റെ ഇത് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ജൂലൈ 12 തന്നെ ആ ലാസ്റ്റ് ദിവസം തന്നെ ചേട്ടൻ പ്രാക്ടിക്കൽ പാസ്സായി. അതുകൂടാതെ എൻ്റെ അപ്പച്ചന് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ സമയത്ത് ജോലി പോയിട്ട് ബഹ്റൈനിൽ നിന്ന് വന്നതാണ്. പിന്നെ ദുബായി പോയി, അവിടെയൊന്നും ശരിയായില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വിസ അടിച്ച് കിട്ടില്ല. പക്ഷേ അപ്പച്ചന് ജൂലൈ 17 അപ്പച്ചന് വിസ അടിച്ച് കിട്ടി. 1 ഇയർ വിസയാണ് അടിച്ച് കിട്ടിയത്. അത് അപ്പച്ചന് കിട്ടുന്നത് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജൂലൈ എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് 7, 21 എന്നീ ഡേറ്റുകൾ എൻ്റെ മനസ്സിൽ തോന്നിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, 2 ഡേറ്റുകൾ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. അത് എന്താണ് മാതാവ് എനിക്ക് കാണിച്ചു തരണേന്ന് എനിക്കറിയില്ല. അങ്ങനെ ലാസ്റ്റ് ജൂലൈ 21 എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എനിക്ക് കൈ കിട്ടിയത്. അത് ജൂൺ 3 തൊട്ട് ജൂലൈ 21 7 ആഴ്ചയ്ക്കുള്ളിലും ആ ഡേറ്റ് ജൂലൈ 21 എന്ന ആ ഡേറ്റിലുമാണ് എൻ്റെ ആഗ്രഹം, ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നത്. അതുപോലെ ജൂലൈ 25 ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി. എനിക്ക് യാതൊരു ആപത്തും അപകടവും തടസ്സങ്ങളും കൂടാതെ എനിക്ക് ജൂലൈ 26 എന്നെ ചേട്ടൻ്റെ അടുത്ത് എത്തിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം മാതാവ് എനിക്ക് സാധിച്ചു തന്നതിന് മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതിനിടയിൽ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് 1 വീക്കിനുള്ളിൽ തന്നെ ജർമ്മനിയിൽ ഒരു വീട് ലഭിക്കും എന്ന് അറിയാൻ സാധിച്ചു. സാധാരണ അവിടെ വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ റിക്വസ്റ്റ് ഇട്ട് 1 വീക്കിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വീട് ലഭിക്കുമെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ എത്തി 3 ദിവസത്തിനുള്ളിൽ വീടിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രവിച്ചത് നിമ്മി വിൽസൺ ആലപ്പാടിൻ്റെ തൃശ്ശൂരിൽ നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ശ്രവിക്കുവാനായിട്ട് സാധിച്ചത്. 4 അനുഭവ സാക്ഷ്യമാണ് പ്രത്യേകമായിട്ട് നമ്മൾ കേട്ടത്. 1, ജർമ്മനിയിൽ ചെന്ന് വീട് കിട്ടാനായിട്ട് വളരെ പ്രയാസം ബുദ്ധിമുട്ടും ഉള്ളതാണ്. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ വീട് ലഭിച്ചു എന്നുള്ള വിവരം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് എളുപ്പത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയായി. സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ ജർമ്മൻ ഭാഷ പാസ്സായിട്ട്
ജോലിക്ക് പോകാനുള്ള വിസയും അതുതന്നെയുള്ള അപകടം കൂടാതെ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം. അപ്പച്ചൻ്റെ കോവിഡിൻ്റെ സമയത്ത് ഇവിടെ തിരിച്ചു വന്ന് വീണ്ടും 60 വയസ്സ് കഴിഞ്ഞത് കാരണം വിസ കിട്ടാത്ത അവസരം. പക്ഷേ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി യാചിച്ചപ്പോൾ അതും സാധിച്ചു എന്നുള്ള ഒരു വിവരം. അപ്പോൾ ഈ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു. കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ 7:21 പറയുന്ന 2 അക്കങ്ങൾ പലതവണയായിട്ട് അത് മനസ്സിലേക്ക് കടന്നു വരികയും തോന്നിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ജൂൺ 3 സ്റ്റുഡൻറ്റ് വിസയുടെ പ്രോസസ്സിങ് തുടങ്ങി. അതുപോലെ ജൂലൈ 21 4 ആഴ്ച, എത്ര ആഴ്ച, 7 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് സാധിച്ചു. 7:21 പറയുന്ന സംഖ്യ കൂടെ മനസ്സിൽ വരുമ്പോൾ അതൊരു വലിയ പരിശുദ്ധാമ്മയുടെ ഇടപെടലായിട്ടും തോന്നിപ്പിക്കലായിട്ടും ഒരു ദർശനം കണക്കെയൊക്കെ തോന്നുകയും വിശ്വസിക്കുകയും ചെയ്തു. ഇതെന്താണെന്ന് അന്വേഷിക്കുകയും അത് അറിയുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ജൂൺ 3 അപേക്ഷ വെച്ചു. ജൂലൈ 21 ആയപ്പോഴത്തേന് അത് സാധിച്ചു കിട്ടി. ആ 3-നും 21-നും ഇടയ്ക്ക് 7 ആഴ്ചകളുണ്ടായിരുന്നു. ആ 7 ആഴ്ചയും 21 അത് സാധിച്ച് കിട്ടിയതുമാണ് തനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയപ്പോൾ പറഞ്ഞതാണ്, എനിക്ക് ജയിക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കഠിനമായിട്ടുള്ള പരീക്ഷയായിരുന്നു, തോക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗത്തിലൊക്കെ ഈ ഒരു ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കത് കൈവടിയുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ചില നമ്മുടെ പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും അപേക്ഷകളും കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ സമർപ്പിക്കുകയും അത് അവിടുത്തെ തിരുമുമ്പിൽ നമ്മൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് കാണാതിരിക്കുവാനോ കേൾക്കാതിരിക്കുവാനോ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമോ? അമ്മയുടെ മധ്യസ്ഥതയിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തിരുക്കുമാരനോട് അപേക്ഷിക്കാതിരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമോ? നമ്മൾ വചനത്തിൽ കാണും, മക്കൾ അപ്പനോട് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തേളിനെ കൊടുക്കുമോ? മറ്റെന്തെങ്കിലും നല്ല ആവശ്യങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ളത് അവർ പ്രവർത്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് അവിടുന്ന് ദാനങ്ങൾ നൽകുകയില്ല. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും ഈ തോൽക്കുമെന്നൊക്കെ വിചാരിച്ച് അത് കഠിനമായിട്ടുള്ള പരീക്ഷ, നിരവധി കാലത്തെ സ്വപ്നം, അവിടെ എത്തിച്ചേർന്ന് സെറ്റിലായിട്ട് ജീവിക്കുവാനുള്ള അവരുടെ ആഗ്രഹം, അതെല്ലാം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവിതത്തിൽ സാധിച്ചു കൊടുക്കുക. പിന്നെ ഹസ്ബൻഡിൻ്റെ, ടോണി എന്ന് പറയുന്ന ഹസ്ബൻഡ് സഹോദരൻ്റെ ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. വിദേശത്ത് ലൈസൻസ് എടുക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പോയി ഇതിനു വേണ്ടി ശ്രമിച്ചവർക്കറിയാം. ഒരു വർഷത്തിനുള്ളിൽ തിയറി പാസ്സായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം, അല്ലെങ്കിൽ അത് അസാധുവായിട്ട് പോകും. ഈ പരീക്ഷ എഴുതിയിട്ട് 1 വർഷം വരെ കാത്തിരിക്കുകയായിരുന്നു. 5-6 പ്രാവശ്യം 4 പ്രാവശ്യം മറ്റും ഡ്രൈവിംഗ് ലൈസൻസിന് പോയി 4 പ്രാവശ്യവും പരാജയപ്പെട്ടു. ലൈറ്റ് എ കാൻഡിലെ ഒരു നിയോഗം അവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജൂലൈ 17 തീരും. ജൂലൈ 12 ഈ 1 വർഷത്തെ കാലയളവ് സമാപിക്കുകയാണ്. അപ്പോഴേ ഈ 4 പ്രാവശ്യവും ലൈസൻസ് 1 വർഷത്തിനുള്ളിൽ തിയറി എഴുതിയിട്ട് ഈ ലൈസൻസിന് വേണ്ടി ചെന്നപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ഈ കുടുംബം തീരുമാനിച്ച്, വ്യക്തി തീരുമാനിച്ച്, ഇനി വേണ്ട, എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല, ഇനി ഇതിനു വേണ്ടി ഞാൻ പോകത്തില്ല. പക്ഷേ എങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്താൽ തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ കർത്താവ് ചെവിക്കൊള്ളും, അവിടുന്ന് അവ ഏറ്റെടുക്കും. ആ ഒരു ബോധ്യവും ആ ഒരു തോന്നലും ആ ഒരു ചിന്തയും ഉണ്ടായപ്പോൾ അവരെ ഈ അടുത്ത 1 പ്രാവശ്യം കൂടെ ശ്രമിക്കുകയാണ്. അത് ലഭിച്ചത് ജൂലൈ 13 അവസാനത്തെ ദിവസം, ഈ തിയറി കംപ്ലീറ്റ് ആകുന്ന ദിവസമാണ് അവർക്ക് ലഭിച്ചത്. അന്ന് ഒരു വിശ്വാസവും പ്രത്യാശയുമില്ലാതെ പോയി. പക്ഷേ കർത്താവിലുള്ള അടിയുറച്ച വലിയ ഉറച്ച പ്രത്യാശ മാത്രമായിരുന്നു ഇവരുടെ കൈമുതൽ. അന്ന് അവസാനത്തെ ചാൻസിൽ
അത് ലഭിച്ച് അത് നഷ്ടപ്പെടാതെ അവരുടെ ജീവിതത്തെ സംരക്ഷിച്ചതാണ് നമ്മൾ കണ്ട രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം. ഇത്ര വലിയ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ജീവിത നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം അല്ലെങ്കിൽ അത്യാവശ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അയച്ചു കൊടുക്കും. 5-6 പ്രാവശ്യം ശ്രമിച്ചിട്ടും പറ്റാത്ത ലൈസൻസ് ജർമ്മനിയിലുള്ളത് അവസാന നിമിഷത്തിൽ തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം അവരുടെ ജീവിതത്തിൽ ലഭിച്ചത്. അതുപോലെ തന്നെ അപ്പൻ അവിടെ നിന്ന് ഈ സഹോദരി അച്ഛൻ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു. കോവിഡ് കാരണം തിരിച്ചു പോകാൻ കോവിഡ് കാരണം വന്നു. 60 വയസ്സ് കാരണം തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയും പരിശുദ്ധമെന്നതിൽ അത്ഭുതം ലഭിച്ചുകൊണ്ട് ആ ഒരു പ്രായത്തിലും തിരിച്ച് ജോലിക്കായിട്ട് പോകാനായിട്ട് പറ്റി. ജർമ്മനിലേക്ക് ഒരു ഭവനം നമ്മൾ സ്വപ്നം കാണുന്ന വലിയ ബുദ്ധിമുട്ട്, അവിടെ ഒരു വീട് ലഭിക്കുന്ന ഒരു പ്രയാസമാണ്. പക്ഷേ ഈ സഹോദരി അവിടെ എത്തിച്ചേർന്ന് ഒരാഴ്ചക്കുള്ളിൽ ഒരു പുതിയ ഭവനം ലഭിച്ചു. നമ്മൾ ഈ അനുഗ്രഹത്തിൻ്റെ മേലിൽ അനുഗ്രഹങ്ങൾ നിരവധിയായി ലഭിക്കുന്ന ഒരു അനുഭവം. നമ്മളിലെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മളിലെ ആരുടെയും പരിശ്രമം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഔദാര്യവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അല്ലേ, നമ്മൾ പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറയുന്നത്. അല്ലേ, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീകങ്ങളും സംരക്ഷണവും പരിപാലനയും ലഭിക്കുന്നത്. ആ ഒരു വിശ്വാസവും തിരിച്ചറിവും നിമ്മി വിൽസനെയും ടോണിയുടെയും ജീവിതത്തിൽ അക്ഷരം പ്രതി ശരിയായിരുന്നുവെന്ന് ഇവരുടെ അനുഭവ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കരങ്ങളടിച്ച് ഉച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം.